ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന റോസ്റ്റഡ് പംകിൻ സാലഡ് വിത്ത് എയർ ഫ്രൈഡ് സാമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1/2 കിലോ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പംകിനാണ്. ഇനി അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പൗഡറായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ഇല്ലാത്തവർക്ക് അത് ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ടോസ് ചെയ്തിട്ട് ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് സാധാരണ ഓവൻ ഉള്ളവർക്ക് അതിനകത്ത് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ പാനിൽ വെച്ചിട്ടാണെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 5-6 വെളുത്തുള്ളിയും കൂടെ തൊലിയോട് കൂടി ഒന്ന് ചതച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാമൻ വറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ടുള്ള സാമനാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ തൊലി കളയുന്നില്ല, വിത്ത് തൊലിയാണ് ഇത് ഒന്ന് ഇവിടെ വറക്കുന്നത്. അപ്പോൾ അതിലേക്ക് സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ് ചേർക്കുന്നത്. കുറച്ചും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡറാണ് ഞാൻ ഇടുന്നത്. അതില്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കും കുറച്ചൊന്ന് അരച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഇത്രയും ചേർത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്കത് വറുക്കാനായിട്ട് എടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് വറുക്കുന്നത്. അന്നേരം പിന്നെ വേറെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ പാനിലിട്ടാണ് വറുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ എണ്ണ ചേർക്കണ്ട. പാനിൽ എന്തായാലും എണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ എയർ ഫ്രയറിൽ ഞാൻ മത്തങ്ങയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് അവിടെ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് 160 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 10 മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് പൈൻ നട്ട്സും കൂടെ ഇതിൻ്റെ ഈ സാലഡിൽ ഇടാനായിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, കൂടെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനെഗർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഹണി, ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് സാലഡ് പ്ലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ബേബി സ്പിനാച്ച് ലീവ്സാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് സാലഡ് ലീവ്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഫേറ്റ ചീസ് ഉപയോഗിക്കുന്നുണ്ട്. ഫേറ്റ ചീസ് സാലഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചിടാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പൈൻ നട്ട്സും ഇട്ട് കൊടുക്കാം. ഈ സാലഡിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു നട്ട്സ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ പ്ലേറ്റിങ് കംപ്ലീറ്റ് ആവും. ഫിഷ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫ് സ്റ്റേക്കോ ഒക്കെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല അടിപൊളി ഒരു മീലായിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു മീൽ ഇടയ്ക്ക് കഴിച്ചു നോക്കൂ.